സിമ്പിളായിട്ടേ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലൊരു നാരങ്ങാച്ചാറാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ വേവിച്ച നാരങ്ങ ചിലർക്ക് ആവിയിൽ വേവിക്കും, ഞാൻ വെള്ളത്തിലാണ് കേട്ടോ വേവിക്കാറ്. വെള്ളത്തിലിട്ട് നന്നായി വെന്ത നാരങ്ങ ഇങ്ങനെ അരിഞ്ഞ് 4ആയിട്ട് അരിഞ്ഞ് ഉപ്പ് ചേർത്ത് 1-2 ദിവസം വയ്ക്കാം. ഞാൻ ഒരു ദിവസം വയ്ക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവ ഇട്ട് ഇങ്ങനെ മൂപ്പിച്ചെടുക്കും കേട്ടോ. അത് നമുക്ക് പൊടിച്ചതിലേക്ക് ചേർക്കേണ്ടതാണ്. പിന്നീട് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ചേർത്ത ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇതിട്ടിട്ട് നന്നായിട്ട് വെള്ളം വറ്റിക്കുക. അതിലേക്ക് വറ്റൽമുളക് വേപ്പില ഇത്രയും ഇട്ട ശേഷം ഇതും ഒന്ന് നന്നായിട്ട് അതിൽ ഇതായി കഴിയുമ്പോൾ ആവശ്യത്തിന് മുളക് പൊടി. അപ്പോൾ ഞാൻ ആദ്യം ഇടുന്നത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ സാധാ മുളക് പൊടി ഇട്ടു. അപ്പോൾ എനിക്ക് കളറ് കുറച്ചുകൂടെയും പിന്നെ എരിവും പാകത്തിന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ മുളക് പൊടി ഇട്ടു. പിന്നെ ഞാൻ ഇതിലേക്ക് കായം പൊടിയാണ് കേട്ടോ ചേർത്തത്. അപ്പോൾ കായമല്ലാതെ ചേർക്കുന്നവർക്ക് ആദ്യം ഉലുവ വറുക്കുമ്പോൾ വറുത്തിട്ട് പൊടിക്കാവുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതിങ്ങനെ പൊടിച്ചത് ചേർക്കുക. ഇടയ്ക്ക് ഞാൻ ചേർത്ത് കൊടുത്തത് ചുറുക്കിയാണ് കേട്ടോ. ചുറുക്ക ചേർത്ത ശേഷം ആവശ്യത്തിന് ഉപ്പ് നമ്മൾ നോക്കി അതിലേക്ക് ഇടാം. അപ്പോൾ നാരങ്ങയിൽ ഓൾറെഡി ഉപ്പിട്ടതാണ്, പിന്നെ ചുറുക്ക ചേർക്കുമ്പോൾ അതിന് ബാലൻസ് ചെയ്യാൻ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന അച്ചാറാണ് കേട്ടോ. ഇതിന് കയ്പുണ്ടാവില്ല എന്നുള്ളതിന് ഞാൻ ഗ്യാരണ്ടി. ഒരു 2 ദിവസമൊക്കെ വെച്ചിട്ട് നാരങ്ങ ഓൾറെഡി നന്നായിട്ട് എന്താ പറയുക നല്ലോണം വെന്തിട്ടുണ്ട്. നമ്മൾ വേവിച്ചിട്ടാണല്ലോ അത് ഉപ്പിലിരുന്നത്. അപ്പോൾ ഒരു 2 ദിവസമൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർത്തും കയ്പില്ലാണ്ട് കഴിക്കാം. ഫസ്റ്റ് ദിവസം ആണെങ്കിലും കയ്പൊന്നും അധികമില്ല കേട്ടോ, ഉപ്പിലിട്ടിരുന്ന നാരങ്ങ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ഇടണേ. താങ്ക്